സദ്യയ്ക്കുള്ളൊരു സാമ്പാർ റെഡിയാക്കിയാലോ? അതിലേക്ക് വേണ്ടി ഒരു 100 ഗ്രാം പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഒരു 10-12 അമരയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു പീസ് മത്തങ്ങ, ഒരു 7-8 ചെറിയ ഉള്ളി, ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു 2-3 പീസ് ചേമ്പിൻ മുട്ട. ഇവയെല്ലാം കൂടി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി. ഉപ്പ് നമുക്ക് കുറവാണെന്ന് കണ്ടാൽ വീണ്ടും ഇടാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ഒരു 5-6 വിസിൽ വരുന്നത് വരെ കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം ബാക്കി ചെയ്യാം. ഒരു കത്തിരിക്ക, ഒരു പീസ് വെള്ളരിക്ക, പടവലങ്ങ ചെറിയൊരു പീസ്, ഒരു മുരിങ്ങക്കായ, ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 മുഴുവൻ പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കായം ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് വെണ്ടയ്ക്കായും ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അര വേവാകുമ്പോൾ നമുക്ക് പുളി ചേർക്കാം. ഇതാ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. വെണ്ടയ്ക്കായും തക്കാളിയും എല്ലാം കുക്കായിട്ടുണ്ട്. അപ്പോൾ പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇവയെല്ലാം കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം ജീരകം വറുത്ത് പൊടിച്ചത് കൂടെ ചേർക്കാം. പൊടിച്ച അല്പം ഉലുവ പൊടിയും കൂടെ ചേർക്കാം. സാമ്പാറിൻ്റെ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പിഞ്ച് അളവിൽ ശർക്കര കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ നമുക്ക് മല്ലിയില കൂടി ഇടാം. കടുകെല്ലാം വറുത്ത് നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റോട് കൂടിയ ഒരു സാമ്പാറാണ്. എല്ലാവരും നാളെ വേറെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതാണ്. താങ്ക് യു.